മാന്യ പ്രേക്ഷകർക്ക് ആന്റിവൈറസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നേപ്പാൾ ആണ് ചർച്ചാ വിഷയം. പക്ഷെ നേപ്പാൾ ആണോ ചർച്ചാ വിഷയം? അല്ല, ഭാരതമാണ്. നമ്മുടെ നാട്ടിലെ സുടുക്കൾ, അന്തംകമ്മികൾ, കൊങ്ങികൾ തുടങ്ങി രാഹുൽ ഗാന്ധിയുടെ കാലുനക്കികൾ വരെ ഇപ്പോൾ ഒരുപാട് അറുമതിക്കുന്നുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിന് ചുറ്റുമായി കിടക്കുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളിലെല്ലാം വലിയ വലിയ കലാപങ്ങൾ നടന്നുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പോ ജനാധിപത്യ മര്യാദകളോ ഒന്നും തന്നെ ഇല്ലാതെ കലാപത്തിലൂടെ അട്ടിമറിക്കപ്പെട്ട അധികാരത്തിലേക്ക് എത്തുന്നു. ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഇപ്പോഴിതാ നേപ്പാൾ വരെ. നേപ്പാളിൽ സത്യത്തിൽ സംഭവിച്ചത് പക്ക ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അന്ത്യം മാത്രമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ മൊത്തം മാധ്യമങ്ങളെയും പറയുന്നില്ല, കേരളത്തിലെ മാധ്യമങ്ങളിൽ എന്തോ ഒരു ആവേശമായിരുന്നു. തകർത്ത് തരിപ്പണമാക്കി കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ആധിപത്യം, കമ്മ്യൂണിസത്തിന്റെ വസന്തകാലം നേപ്പാളിൽ ഇതാ വരാൻ പോകുന്നു. കമ്മ്യൂണിസം എന്നത് കുറച്ചു പേർക്ക് ജീവിക്കാൻ വേണ്ടി മാത്രം അവർ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു ആശയധാര മാത്രമാണ് എന്ന് കാലങ്ങളായി നമ്മൾ പറയുന്നുണ്ട്. ലോകത്തിൽ ഫാസിസം, നാസിസം, അതുപോലെ തന്നെ കമ്മ്യൂണിസവും പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിലനിൽക്കുന്നത് നിലവിലുള്ള ലോകക്രമത്തിനൊപ്പം ഒട്ടിപ്പോകുന്ന, തന്റെ ആശയങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ എത്രയൊക്കെ ആയാലും ഈ കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇവരുടെ ഉള്ളിൽ തന്നെ ഉറങ്ങി കിടക്കും. ഉന്മൂലന സിദ്ധാന്തം അതൊരെണ്ണം. അതുപോലെ തന്നെ സ്വന്തം കാര്യം സിന്ദാബാദ്, ജനങ്ങളുടെ ക്ഷേമം, പാവങ്ങളുടെ പാർട്ടി, പാവങ്ങളുടെ അധികാരം, പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന പാർട്ടി, ഇതൊക്കെ വാക്കുകളിൽ മാത്രം നിർത്തിക്കൊണ്ട് ഒരു രാജ്യത്തിന്റെ പരമാധികാരം പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് കമ്മ്യൂണിസത്തിനെ പിന്താങ്ങുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഭരണകൂടമായിരിക്കും. അവരുടെ സുഖലോലുപമായ ജീവിതം, അവരുടെ മക്കളുടെ, കുടുംബത്തിന്റെ, അവർക്ക് വേണ്ടപ്പെട്ടവരുടെ, പാർട്ടി അണികളുടെ പിൻവാതിൽ നിയമനം, അങ്ങനെ തുടങ്ങി സകലവിധ അഴിഞ്ഞാട്ടങ്ങളുടെയും ഒരു കൂത്തരങ്ങായിരിക്കും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം. നേപ്പാളിലെ ജനങ്ങൾ രാജഭരണം എന്തോ മോശമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കുറെ കാലം ആഭ്യന്തര കലാപങ്ങളെല്ലാം കുറെ മാവോയിസ്റ്റുകളുടെയും അതുപോലെ തന്നെ അവിടുത്തെ വിഘടനവാദികളുടെയും പിന്തുണയോട് കൂടി നടന്ന സമരത്തിൽ രാജഭരണം പുറത്താക്കപ്പെടുകയും തുടർന്ന് ഒരു 3 കൊണഞ്ഞ പാർട്ടികൾ അധികാരത്തിൽ വരികയും ചെയ്തു. ഇവർ 3 പേരും തമ്മിൽ പ്രഥമദൃഷ്ട്യാൽ അകൽച്ചയിലായിരുന്നെങ്കിലും ഇവർക്കിടയിൽ അന്തർധാര സജീവമായിരുന്നു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഭരണം മാറിയും മറിഞ്ഞു നിന്നു. ഈ മറിയലിനിടയിൽ അവർ നേപ്പാളിൽ നിന്ന് കിട്ടിയ പരമാവധി തുകകൾ ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയും ഒരുപാട് പണം സമ്പാദിക്കുകയും തങ്ങളുടെ മക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും എല്ലാം ജീവിതം സുരക്ഷിതമാക്കുകയും അവർക്കൊക്കെ വളരെ ധാരാളിത്തമുള്ള ഒരു ജീവിതം സമ്മാനിക്കാനും അവർക്ക് കഴിഞ്ഞു. പക്ഷേ നേപ്പാളിലെ സാധാരണക്കാരന്റെ അവസ്ഥ, കമ്മ്യൂണിസം എന്ന ഭരണക്രമത്തിന്റെ ഒരു പ്രശ്നം അതാണ്. അവർക്ക് ദേശീയതയോ സ്വന്തം രാജ്യത്തോടോ സ്വന്തം ജനങ്ങളോടോ ഒരു കൂറില്ല. അവർക്ക് അവരോട് മാത്രമായിരിക്കും കൂറ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നേപ്പാൾ. ഇത് ഒരെണ്ണത്തിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. കേരളത്തിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ വീടുകൾ, അവരുടെയൊക്കെ മക്കൾ ചെയ്യുന്ന ജോലികൾ, അവരുടെയൊക്കെ ആസ്തികൾ, സ്വന്തം ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് മകൾക്ക് IT കമ്പനി തുടങ്ങാൻ സഹായിച്ച ആള് മുതൽ ഒരുപാട് പാർട്ടി പ്രവർത്തകരുടെയും അല്ലെങ്കിൽ നിലവിലെ കമ്മ്യൂണിസ്റ്റ് അധികാരികളുടെയും മക്കളുടെ വിവാഹ ചടങ്ങുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ലാളിത്യം നിറഞ്ഞതാണ് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലെ പക്ഷെ കേരളം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തിന് കീഴിലുള്ള ഒരു കൊച്ചു സംസ്ഥാനമായതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ ഭരണകൂടത്തിൽ നിന്നും കിട്ടേണ്ട എല്ലാവിധ പിന്തുണകളും ലഭിക്കുന്നു. നല്ല റോഡുകൾ, എയർപോർട്ടുകൾ, വൃത്തിയുള്ള തീവണ്ടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മറ്റനേകം പദ്ധതികൾ. ഇപ്പോൾ ഉദാഹരണത്തിന് പാവങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും മാറ്റം വരുത്തുന്ന പ്രധാന പ്രശ്നമാണ് അസുഖങ്ങൾ. ഇതിന് 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതികൾ പോലെയുള്ള നിരവധി പദ്ധതികൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കിക്കൊണ്ടാണ് ഇന്ത്യ എന്ന പരമാധികാര രാഷ്ട്രത്തിന്റെ സർക്കാർ നിലനിൽക്കുന്നത്. പക്ഷെ ഇത് നേരെ മറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലാണെങ്കിൽ കേരളം മാത്രം ഉദാഹരണമെടുത്ത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ലക്ഷം കോടി രൂപ കടമെടുത്താണ് ദൂർത്തടിക്കുന്നത്, എത്രത്തോളം പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്, തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ എങ്ങനെയെല്ലാം തിരികെ കയറ്റുന്നുണ്ട്, PSCയിൽ എങ്ങനെ അവർ കോപ്പി അടിക്കുന്നുണ്ട്, പരീക്ഷ എഴുതാതെ എങ്ങനെ പാസ്സാകുന്നുണ്ട്, പാസ്സാകാത്ത ആൾ എങ്ങനെയാണ് ഹയർ എഡ്യൂക്കേഷന് പോകാൻ സാധിക്കുന്നത്. ഇതൊക്കെ നമുക്ക് നാട്ടിലുള്ള കൊച്ചു കൊച്ചു ഉദാഹരണങ്ങൾ മാത്രമാണ്. ഒരു ചെറിയ സംസ്ഥാനത്ത് ജനാധിപത്യത്തിന്റെ മുറയിൽ അധികാരത്തിൽ എത്തപ്പെടുന്നത് കൊണ്ട് മാത്രം പാലിക്കുന്ന ചില മര്യാദകളാണ് ഇതൊക്കെ. ഇവിടെ ജനാധിപത്യമില്ല, കമ്മ്യൂണിസം മാത്രമാണ് അധികാരത്തിലെങ്കിൽ നിങ്ങൾ ഈ ചിന്തിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല. ബാക്കിയുള്ളവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് നിങ്ങൾ പറയുന്ന ആ വാക്കിലുള്ള സ്വാതന്ത്ര്യം പോലും ഇവിടെ ആരും അനുവദിക്കുന്നതല്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന് ചുറ്റും നടക്കുന്ന ഈ കലാപങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തെ തന്നെ ലക്ഷ്യമിടുന്നു എന്നാണ് സുടുക്കളും കമ്മികളും കൊങ്ങികളും ഒക്കെ സ്വപ്നം കാണുന്നത്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള കലാപങ്ങൾ നടന്നേനെ ഒരു പക്ഷേ കോൺഗ്രസ് തന്നെ തുടർച്ചയായി ഭരണത്തിൽ ഇരുന്നിരുന്നെങ്കിൽ. കഴിഞ്ഞ 2004 മുതൽ 2014 വരെ കേവലം 10 വർഷം കൊണ്ട് ഭാരതത്തിന്റെ ബഡ്ജറ്റിനേക്കാൾ വലിയ തുക കട്ടുമുടിച്ചവരാണ് കോൺഗ്രസ്സുകാർ.
ഇന്നിപ്പോൾ അവർക്ക് അധികാരം കിട്ടാത്തതിന്റെ, കട്ടുമുടിക്കാൻ പറ്റാത്തതിന്റെ, കൊള്ളയടിക്കാൻ പറ്റാത്തതിന്റെ വിഷമം കൊണ്ട് അവർ നാട്ടിൽ കലാപങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതൊന്നും ഒരു കലാപങ്ങളായി ഉയർന്നു വരാത്തതിന്റെ ഒരു വലിയ സങ്കടം ഇവർക്കെല്ലാം ഉണ്ട്. കാരണം നമ്മൾ ഭാരതീയരെല്ലാം ചിന്തിക്കുന്ന ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. 65 വർഷം ഭരണത്തിലിരുന്ന കോൺഗ്രസ്സുകാർ, നിങ്ങൾ 48 വർഷം മുൻപും 50 വർഷം മുമ്പും ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള നാട്ടിലെ ബൈപ്പാസുകൾ, റോഡുകളെല്ലാം 2014 ശേഷം എങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നു. നമ്മുടെ നാട്ടിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നു, റോഡുകൾ, നിലവാരമുള്ള റോഡുകൾ ഉണ്ടാവുന്നു, നല്ല നല്ല എയർപോർട്ടുകൾ ഉണ്ടാവുന്നു. 65 വർഷം കൊണ്ട് ഉണ്ടാക്കിയതിനേക്കാൾ ഇരട്ടി എയർപോർട്ടുകളും എയിംസുകളും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യത്ത് ഉണ്ടാകുന്നു. ഇതെല്ലാം നമ്മുടെ കണ്ണിൽ കാണുന്ന മാറ്റങ്ങളാണ്. എല്ലാവരുടെ വീട്ടിലും ഗ്യാസുകൾ എത്തുന്നു, എല്ലാവർക്കും സഫീഷ്യന്റ് ആയിട്ട് പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, മറ്റനേക ഉൽപ്പന്നങ്ങൾ എത്തുന്നു. ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികൾ ജീവിതം സുരക്ഷിതമാക്കുന്നു. കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ വെച്ച് ലഭിക്കുന്നു. ഇതെല്ലാം തന്നെ ഈ രാജ്യത്തിലെ ഏറ്റവും സാധാരണക്കാരനിൽ സാധാരണക്കാരനായി ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു മഹത് വ്യക്തി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്നത് കൊണ്ടാണ്. അത് മനസ്സിലാക്കാൻ ശേഷിയുള്ള ജനങ്ങളാണ് ഭാരതത്തിലുള്ളത്. നിങ്ങൾ വോട്ട് ചോരി എന്ന് പറഞ്ഞ് കോപ്പ് കൂട്ടിയ കോണാത്തിലെ പരിപാടി ആരെയാണ് ലക്ഷ്യം വെച്ചതെന്നും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാക്കണം. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിൽ പോയി മോദിയെ പുറത്താക്കണം എന്നല്ലാതെ നിങ്ങൾ എന്താണ് ഈ രാജ്യത്തിനും ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. അല്ലാതെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വലിയ കക്ഷി, വലിയ കൂട്ടത്തിൽ എത്ര പേരാണ് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത്, അതും അഴിമതി കേസിൽ. ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കാൻ പോകുന്നത്? കാലിത്തീറ്റ കുംഭകോണം നടത്തി ജയിൽവാസം കഴിഞ്ഞിറങ്ങിയ ലാലു പ്രസാദിനെയും അദ്ദേഹത്തിന്റെ മകനെയോ ആണോ? അതോ നാഷണൽ ഹെറാൾഡ് കേസിൽ ജാമ്യം എടുത്ത് നടക്കുന്ന രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ആണോ? നിങ്ങൾ ഈ രാജ്യത്ത് ചെയ്യുന്ന തെമ്മാടിത്തരം ജനങ്ങൾക്കിടയിൽ മതജാതി വിഭാഗീയത സൃഷ്ടിക്കുക എന്നതാണ്. അതിനും ഞങ്ങൾ തയ്യാറല്ല. എന്റെ രാജ്യത്തെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നത് കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒരു ഹരമാണ്. നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവരെ എങ്ങനെയും പ്രോത്സാഹിപ്പിക്കുക. ഈ രാജ്യത്തെ 16 കഷ്ടമായി മുറിക്കും എന്ന് JNUവിൽ കലാപക്കൊടി ഉയർത്തിയ ഒരു മലമാടുണ്ട്. അയാളിപ്പോ രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് ഭാരത് ജോഡോ യാത്ര നടത്തുകയാണ്. ഈ അടുത്തൊരു സഖാവ് വെല്ലുവിളിക്കുന്ന കേട്ടു, എന്നോടൊപ്പം മഹാഭാഗവതം കാണാതെ ഉച്ചരിക്കാൻ ധൈര്യമുള്ള സംഖ്യയെ ഞാൻ വെല്ലുവിളിക്കുന്നുവെന്ന്. 1-2 വർഷം മുമ്പ് കണ്ടൊരു വീഡിയോ ആണ്. നിങ്ങൾ മഹാഭാഗവതം മാത്രമല്ല 4 വേദങ്ങളും മഹാഭാരതവും രാമായണവും നിങ്ങൾ കാണാതെ പഠിക്കും. പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു. അയ്യപ്പ സംഗമം മാത്രമല്ല, ശ്രീകൃഷ്ണ ജയന്തി നിങ്ങൾ നടത്തും. ഓൾറെഡി നിങ്ങൾ ഗണേശോത്സവം നടത്തി കഴിഞ്ഞു. ഇതെല്ലാം ഈ നാടിന്റെ സാംസ്കാരിക അടിത്തറയാണ്. ഈ അടിത്തറകളിലെല്ലാം നിൽക്കുന്ന എന്റെ രാജ്യത്തെ നശിപ്പിക്കാൻ നേപ്പാളിലും ബംഗ്ലാദേശിലും അതുപോലെ തന്നെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ നടക്കുന്ന കലാപങ്ങളെ കാണിച്ചുകൊണ്ട് നിങ്ങൾ നോക്കൂ അടുത്തത് ഇന്ത്യയിലാണ്, നോക്കൂ അടുത്തത് ഇന്ത്യയിലാണ് എന്നുള്ള നിങ്ങളുടെ വാചാടോപമൊന്നും ഇവിടെ നടപ്പിലാവില്ല. അതിന് ഞങ്ങളെപ്പോലുള്ള കോടിക്കണക്കിന് ആൾക്കാർ ഈ രാഷ്ട്രത്തിലുണ്ട്. നീയൊക്കെ ഏതാ ഇനമെന്നും എത്രത്തോളം വിഷമുള്ളതാണെന്നും നിങ്ങളുടെയൊക്കെ തേനൂറുന്ന വാക്കുകളുണ്ടല്ലോ, സ്നേഹത്തിന്റെ കട, ഇതിന്റെയൊക്കെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വിഷപ്പല്ലുകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇനിയും നീയൊക്കെ ഇതും കൊണ്ട് ഞങ്ങളെടുത്ത് വന്നാൽ ആ വിഷപ്പല്ല് ഞങ്ങൾ അടിച്ചിളക്കും. സംശയമൊന്നും വേണ്ട. ജയ് ഹിന്ദ്.